സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 വീഡിയോകളിലായി സോർട്ടിങ്ങും അതേപോലെ ഫിൽട്ടറിങ്ങും അഥവാ ഡാറ്റ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട 2 ടൂളുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഏതൊരു സ്പ്രെഡ്ഷീറ്റിലും വളരെയധികം ഉപയോഗിക്കുന്ന ലോജിക്കൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 80% സ്പ്രെഡ്ഷീറ്റുകളും ഏതെങ്കിലും ഒരു ലോജിക്കൽ ഫംഗ്ഷനുകളെങ്കിലും ഉപയോഗിക്കപ്പെടുന്നുണ്ടാവുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈഫ് ഫംഗ്ഷൻ, ആൻഡ് ഫംഗ്ഷൻ, ഓർ ഫംഗ്ഷൻ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ, ഈഫ് ആൻഡ് ഓർ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ റിക്വയർഡ് ഡാറ്റകൾ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതൊക്കെ തന്നെ ഈ വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്. നമുക്കതിലേക്ക് നീങ്ങാം. പ്രധാനപ്പെട്ട 3 ലോജിക്കൽ ഫംഗ്ഷനുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായി ഈഫ്, ആൻഡ്, ഓർ. എല്ലാ ഫംഗ്ഷനുകളും ഈക്വൽ ടു കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോജിക്കൽ ടെസ്റ്റ് എന്ന് കാണാം. ഈഫിന്റെ സിൻടാക്സിൽ ലോജിക്കൽ ടെസ്റ്റ് എന്ന് കാണാം, ആൻഡിലും ലോജിക്കൽ എന്ന് കാണാം, ഓറിലും ലോജിക്കൽ എന്ന് കാണാം. എന്താണ് ലോജിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ എക്സലിനോട് ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുക. അതായത് ഈ വാല്യൂ, അതായത് 25 എന്ന് പറഞ്ഞ ഈ സെല്ലിലെ വാല്യൂ ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, H5 എന്ന് പറഞ്ഞ സെല്ലിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ 50 എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ എന്തായിരിക്കും റിസൾട്ട്? ഗ്രേറ്റർ ദാൻ 50 ആണോ? അല്ല. അപ്പൊ എന്താണ്? നോ എന്നാണ് ശരിക്കും കിട്ടേണ്ടത്, യെസ് എന്നുള്ളതാണ്. പക്ഷേ യെസ് ഓർ നോ, ഇവിടെ ഇപ്പൊ നോ എന്നാണ് കിട്ടുക. യെസ് ഓർ നോ എന്നുള്ളതിന് പകരം എക്സലിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോൾസ് എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇപ്പോൾ 30, 18 ഫോൾസ് ആണ്, 55 ഗ്രേറ്റർ ദാൻ 50 ആയതുകൊണ്ട് അത് ട്രൂ ആണ്. അപ്പൊ ഇതാണ് ലോജിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുക നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഈ ലോജിക്കൽ ടെസ്റ്റ്, ഇപ്പൊ നമ്മളൊരു ഇതേപോലെ ഒരു ടെസ്റ്റ് നടത്തും, ഇസ് ഈക്വൽ ടു ആണോ, അല്ലെങ്കിൽ നമ്മളൊരു ആർഗ്യുമെന്റ് കൊടുക്കും. അപ്പൊ അതിന്റെ റിസൾട്ടിനനുസരിച്ച് ഇവിടെ വാല്യൂ ഇഫ് ട്രൂ, ഇത് ട്രൂ ആണെങ്കിൽ, ഇവിടെ ചിലത് ഫോൾസ് ചിലത് ട്രൂ ആയി, ട്രൂ ആണെങ്കിൽ നമുക്ക് ഒരു ഇത് കൊടുക്കാം, ടെക്സ്റ്റോ അല്ല എന്താണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. ഫോൾസ് ആണെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടന്നു നോക്കാം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആൻഡ് ഓർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സ്റ്റുഡൻസിന്റെ പേര്, അവർക്ക് കിട്ടിയ ടോട്ടൽ മാർക്സ് ആണുള്ളത്. അതായത് നമുക്ക് 50-ൽ കൂടുതൽ കുട്ടി സ്കോർ ചെയ്താൽ പാസ് എന്നും 50-ന്റെ താഴെ ആണെങ്കിൽ ഫെയിൽ എന്നും കിട്ടണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു ഈഫ് എന്ന് കൊടുക്കുന്നു. അതോടുകൂടി തന്നെ ഫംഗ്ഷൻ ഇവിടെ കാണിക്കും. നമ്മൾ ടാബ് അമർത്തുന്നതോടെ ഓപ്പൺ ബ്രാക്കറ്റ് വന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം ലോജിക്കൽ ടെസ്റ്റ്. അപ്പോൾ എന്താണ് ടെസ്റ്റ് നമ്മൾ കൊടുക്കണം? എന്താണ് നമ്മൾ ഇവിടെ ഈ സെല്ലിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ 50 എന്നാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇത് ബോൾഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി കോമ കൊടുക്കുന്നു. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണല്ലോ. ഇങ്ങനെ വാല്യൂ ആണെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മൾ കോമ കൊടുത്തു. അപ്പൊ തന്നെ ബോൾഡ് അടുത്തതിലേക്ക് മാറി. ഇവിടെ ബ്ലാക്ക് ബോൾഡ് ലെറ്ററിൽ കാണിക്കുന്നു. അപ്പൊ എന്താണ്? പാസ് എന്ന് കൊടുക്കണം. അപ്പൊ ഒരു റൂൾ ഉണ്ട്, എന്താണ്? ടെക്സ്റ്റ് ആണെങ്കിൽ അതൊക്കെ ഡബിൾ കോട്ട്സിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കോട്ട്സ് കൊടുത്തു, പാസ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ആ കോട്ട്സ് ക്ലോസ് ചെയ്യണം. ഇനി ഇവിടെ കോമ കൊടുക്കാനുണ്ട്, നമ്മൾ കോമ കൊടുക്കുന്നു. അതോടുകൂടി എന്താണ് അടുത്ത ആർഗ്യുമെന്റ്? എന്താണ്? വാല്യൂ ഈ ഫോൾസ് ആണെങ്കിൽ എന്ത് കൊടുക്കണം? നമ്മൾ ഫെയിൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് എൻ്റർ കീ അമർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാക്കറ്റ് വന്നോളും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി? പാസ് എന്ന് വന്നു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുല ആണ് ഇവിടെ കാണിക്കുക. ഫോർമുല ബാറിൽ ഫോർമുല കാണിക്കും. അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് സെല്ലിൽ കാണിക്കുക. ഇനി ഇത് കോപ്പി ചെയ്യണമെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ വെച്ച് ഒന്നുകിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സെല്ലിലേക്കും കോപ്പി ആയി. 60 50-ന്റെ മുകളിലാണ് പാസ് വന്നു, 48 50-ന്റെ താഴെ ഫെയിൽ വന്നു. 50ഉം ഫെയിൽ എന്നാണ് കാണിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോർമുല ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ മാത്രമാണ് പാസ്. 50 കിട്ടിയ കുട്ടിയും പാസ് എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എന്ത് ഫോർമുല ചേഞ്ച് വരുത്തണം? B2 ഇസ് ഈക്വൽ ടു, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിലും 50-ന് മുകളിലാണെങ്കിലും പാസ് എന്ന അർത്ഥത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് കൊടുക്കുന്നു. ഇത് ഫംഗ്ഷൻ, നമ്മൾ ഫംഗ്ഷനെ കുറിച്ചൊക്കെ ഡാറ്റ എൻട്രിയുടെ സമയത്ത് രണ്ടാമത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അവിടെ പോയി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ എൻ്റർ അമർത്തുന്നു. അതുകൂടി ആ ഫോർമുല അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും 50ഉം പാസ് എന്നായി മാറി. ഈ രീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പാസ് എന്ന് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. ഫെയിൽ ആണെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിരിക്കണം, ഒന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണെങ്കിൽ വീണ്ടും നമുക്ക് ഫോർമുലയിൽ ഒരു മാറ്റം വരുത്താം. അതിന് നമ്മൾ ഇവിടെ B2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പാസ് എന്ന് കൊടുത്തു. ഇവിടെ ഫെയിൽ എന്നുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ബാക്ക് സ്പേസ് അമർത്തിയോ അല്ലെങ്കിൽ ഡിലീറ്റ് കീ അമർത്തിയോ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം.
ഈ സ്പേസ് ഒന്നും ഇടണ്ട, 2 ഡബിൾ കോട്ട്സ് അവിടെ കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമുക്കിവിടെ പാസ് എന്ന് വന്നു. ഇനി എല്ലാത്തിലേക്കും ഈ ഫോർമുല നമുക്ക് ഇവിടെ മാത്രമേ നമ്മൾ ഫോർമുല മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത ഫോർമുല എല്ലാ സ്ഥലത്തേക്കും വീണ്ടും കോപ്പി ചെയ്തു. അപ്പോൾ ഇവിടെ 48 ആകുമ്പോൾ ഫെയിൽ എന്ന് കാണിക്കുന്നതിന് പകരം ബ്ലാങ്ക് എന്ന് കാണിച്ചു. അപ്പോൾ ഈ രീതിയിൽ ഈഫിനിൽ ഉള്ള വാല്യൂസിൽ നമുക്ക് മാറ്റം വരുത്തി നമുക്ക് ഈ രീതിയിലൊക്കെ തന്നെ അതിന്റെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഈഫിന്റെ മറ്റൊരു ഉദാഹരണം നോക്കാം. ടോട്ടൽ സെയിൽസും സെയിൽസ്മാന്റെയും പേരുണ്ട്. 50,000 മേലെ സെയിൽസ് നടത്തിയ ആളുകൾക്ക് 2% കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈഫ് ഈക്വൽ ടു ഈഫ്, ഇവിടെ ബ്ലൂ സെലക്റ്റഡ് ആകുമ്പോൾ ടാബ് അമർത്തിയാൽ മതി, ഓപ്പൺ ബ്രാക്കറ്റ് വരും. ഇനി ഈ വാല്യൂ ടോട്ടൽ സെയിൽസിന്റെ ഗ്രേറ്റർ ദാൻ 50,000 ആണ് നമുക്ക് വേണ്ടത്. 50,000 കൊടുത്തു. ഇനി നമുക്ക് 2% കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതൊരു വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ സെൽ വാല്യൂ എടുക്കണം. ഇവിടെ ടോട്ടൽ സെയിൽസിൻ്റെതായതുകൊണ്ട് ഇവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും സെൽ അഡ്രസ് V2 എന്ന് വന്നു. ഇൻറ്റു 2%, ഇങ്ങനെ പെർസെൻറ്റേജ് ചിഹ്നം അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ കോഡ്സിന്റെ ആവശ്യമില്ല, അത് വാല്യൂ ആയതുകൊണ്ട് ടെക്സ്റ്റ് ആകുമ്പോൾ നമ്മൾ ഡബിൾ കോഡ്സ് കൊടുക്കണം. ഇങ്ങനെ അല്ലാത്തവർക്കൊക്കെ നോട്ട് എലിജിബിൾ എന്ന് കൂടി വേണം. ഒരു കമ്മീഷന് എലിജിബിൾ അല്ല എന്നാണെങ്കിൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എലിജിബിൾ, നോട്ട് എലിജിബിൾ. ഇവിടെ ഡബിൾ കോഡ്സിൽ കൊടുക്കൽ നിർബന്ധമാണ്, ടെക്സ്റ്റ് ആണ്, അതാണ് റൂള്. ഇനി നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇതിന്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ താഴെ വരെ വരും. 50,000 മുകളിലുള്ളവർക്കൊക്കെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാത്തവരുടെയൊക്കെ നോട്ട് എലിജിബിൾ എന്നും വന്നിട്ടുണ്ട്. മറ്റു 2 പ്രധാനപ്പെട്ട ലോജിക്കൽ ഫംഗ്ഷനുകളാണ് ആൻഡും ഓറും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാം. ആൻഡ് എന്നത് ആൻഡിൽ കൊടുക്കുന്ന എല്ലാ ലോജിക്കൽ കണ്ടീഷൻസും 255 ലോജിക്കൽ കണ്ടീഷൻസ് വരെ കൊടുക്കാൻ പറ്റിയ വേർഷനുകളിലൊക്കെ ഇത് ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഏജ് ഗ്രേറ്റർ ദാൻ 40 ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ സാലറി ലെസ് ദാൻ 50 ആണ്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ എത്ര കണ്ടീഷൻ കൊടുക്കണ്ടോ ആ കണ്ടീഷൻ ഒക്കെ ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റിട്ടേൺ വാല്യൂ ട്രൂ എന്ന് കിട്ടുള്ളൂ. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഒന്നാമത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ ടു ആൻഡ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ് വേണം, ടാബ് അടിച്ചാൽ ഓപ്പൺ ബ്രാക്കറ്റ് വരും. ഒന്നാമത്തെ കണ്ടീഷനാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടീഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. എന്താണ്, ലെസ് ദാൻ, ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ലെസ് ദാൻ 50,000. ഇനി കോമ ഇടുമ്പോഴേക്കും രണ്ടാമത്തേക്ക് പോകും. ഒന്നാമത്തെ കണ്ടീഷൻ കമ്പൽസറി ആണ്, രണ്ടാമത്തത് മൂന്നാമത്തെ ഓപ്ഷണൽ ആണ്. കാരണം അതാണ് ഇത് സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കാൻ കാരണം. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് കൊടുക്കാം ഏജ്. അപ്പൊ ഏജിന്റെ കോളത്തിൽ പോയി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് ഗ്രേറ്റർ ദാൻ 40 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 40. ഇനി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാം. അപ്പോൾ ഇവിടെ ട്രൂ എന്ന് വന്നു. നമുക്കിത് ഡ്രാഗ് ചെയ്യുന്നതോടുകൂടി ബാക്കി എല്ലാത്തിലും ഇത് കോപ്പി ചെയ്യപ്പെടും. അപ്പൊ അത് നമ്മൾ റെഫറൻസ് സെല്ലിൽ എന്നുള്ള ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് റിലേറ്റീവ് റെഫറൻസ് ആണ്. ഇവിടെയൊക്കെ സെൽ അഡ്രസ് മാറിയിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഗം മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുക. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നു. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ കാണുന്ന ഒരു റിസൾട്ട് ഒരു സുഖമില്ല. ട്രൂ ഫോൾസ് എന്നാണ് എക്സൽ തരാം. ഇതിന് നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്നാക്കി മാറ്റണം എന്ന് വിചാരിച്ചു. നമുക്ക് വേണ്ടത് ഇങ്ങനെ കണ്ടീഷൻ ആർക്കൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു, അല്ലെങ്കിൽ യെസ് എന്ന് വേണം, മറ്റെന്തായിരിക്കണം, ബ്ലാങ്ക് ആയിരിക്കണം. ബ്ലാങ്ക് ആവുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ യെസ് മാത്രം നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. ഈഫിന്റെ കാര്യത്തിൽ എന്താണ്, ഒന്നാമത്തത് നമ്മളിവിടെ ഈഫ് കൊടുത്തു നോക്കുമ്പോൾ തന്നെ കാണാം, ഇവിടെ നമ്മൾ ആൻഡിന്റെ മുമ്പേ ഒരു ഈഫ് കൊടുക്കുക. ഈഫ് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ ബ്രാക്കറ്റ് വന്നു, ഈഫിന്റെ മുമ്പിൽ ഒരു ബ്രാക്കറ്റ് വന്നു. ഈ ബ്രാക്കറ്റ് ആൻഡിന്റെ ശേഷം വരുന്ന ബ്രാക്കറ്റിലാണ്, രണ്ടും റെഡ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. ഈഫിന്റെ അവിടെ നമ്മൾ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ആൻഡ് എന്നുള്ള ഇത്രയും ഭാഗം, ഒന്നാമത് ഈഫിന് ലോജിക്കൽ ടെസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ആ ടെസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ് കണ്ടീഷൻ. ഇനി ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ പറയുന്നു പിന്നെ യെസ് എന്ന് വേണം. അപ്പൊ യെസ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് ശ്രദ്ധിക്കണം, അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ഇനി കോമ കൊടുത്ത് നമുക്ക് നോ എന്ന് വേണ്ട, കണ്ടീഷൻ അതിന്റെ ഇടയിലൊക്കെ നോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ട്സിൽ നോ എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ബ്ലാങ്ക് ആണ് വേണ്ടെങ്കിൽ 2 കോട്ട്സിന്റെ ഇടയിൽ ഒന്നും കൊടുക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈഫിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. എൻ്റർ അടിച്ചാൽ എറർ കാണിക്കും. അപ്പം 2 ഓപ്പൺ ബ്രാക്കറ്റ് വന്നു, 2 ക്ലോസ്ഡ് ബ്രാക്കറ്റും വന്നു. അപ്പൊ അത് വ്യത്യസ്ത കളറിൽ എക്സൽ കാണിക്കുന്നത് തന്നെ നമുക്കത് മനസ്സിലാക്കാനാണ്. ഇനി നമ്മൾ എൻ്റർ അടിക്കുന്നതോടുകൂടി അവിടെ യെസ് എന്ന് വന്നു. ഇപ്പൊ അവിടെ മാത്രമാണ് നമ്മൾ ഫോർമുല അപ്ഡേറ്റ് ചെയ്തത്. ഇനി ഇത് നമ്മൾ വലിച്ച് ഡ്രാഗ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താവും, ട്രൂ എന്ന സ്ഥലത്ത് മാത്രം യെസ് ആയി. അപ്പൊ ഇവരൊന്നും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഇത് സാലറി ലെസ് ദാൻ 50,000 അല്ല, ഏജ് ശരിയാണ്. ഏജും ഇല്ല, സാലറിയും ഇല്ല ഇവിടെ. ഇനി ഇവിടെ സാലറി ലെസ് ദാൻ 50,000 ആണ് ഇവിടെ, പക്ഷേ ഏജ് ഗ്രേറ്റർ ദാൻ 40 ആണ്.
ഇവിടെ ഏജ് ഗ്രേറ്റർ ദാൻ 40 അല്ല, സാലറി റെഡിയാണ്. അപ്പൊ അവിടെ ഒന്നും കാണിക്കാത്തതാണ്, കാരണം നമ്മൾ ബ്ലാങ്ക് ആണ് കൊടുത്തത്. ഇവിടെ ഈ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 45,000 അബവ് ഉണ്ട്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ലെസ് ദാൻ 50 ആയിരിക്കണം എന്നാണ്. ഏജ് എന്താണ്, ഗ്രേറ്റർ ദാൻ 40 ആയിരിക്കണം എന്നാണ്. ഏജ് ഇവിടെ 40 ആണ്. അപ്പൊ ആ രണ്ട് കണ്ടീഷനും ആയതുകൊണ്ടാണ് ഇവിടെ ട്രൂ എന്ന് വന്നിട്ടുള്ളത്. ആ ട്രൂ എന്നുള്ളത് ഈഫ് കൊടുത്ത് നമ്മൾ എന്താക്കി, യെസ് എന്നാക്കി മാറ്റി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഓർ കണ്ടീഷൻ എങ്ങനെയാന്ന് നോക്കാം. ഓറിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ കൊടുക്കുകയാണ് ഇസ് ഈക്വൽ ടു ഓർ എന്ന് കൊടുക്കുന്നു. ഓർ ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്, ഫസ്റ്റ് കണ്ടീഷൻ ലൊക്കേഷൻ ആണ്. നമ്മളിവിടെ ലൊക്കേഷന്റെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ എന്താണ്, ഈക്വൽ ടു നമ്മൾ കൊടുക്കണം. അതുപോലെ ആണെങ്കിൽ അപ്പൊ നമ്മൾ ഈക്വൽ ടു ഡൽഹി ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ ലൊക്കേഷൻ ഡൽഹി ആണ്. ഈക്വൽ ടു നമുക്ക് ക്യാപിറ്റലോ സ്മോളോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഡൽഹി എന്ന് കൊടുത്തു. സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വിചാരിച്ച റിസൾട്ട് കിട്ടൂല. ഇനി ഒന്നാമത്തെ ലോജിക്കൽ കണ്ടീഷൻ കമ്പൽസറി ആണ്, നമ്മൾ അത് കൊടുത്തു. ഇനി ലോജിക്കൽ 2 ചോദിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, സാലറി ലെസ് ദാൻ 30,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സാലറിയിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് സെല്ലിനെ ക്ലിക്ക് ചെയ്യണം, മാറിപ്പോരുത്. ലെസ് ദാൻ 30,000 എന്ന് കൊടുത്തു, എൻ്റർ കീ അമർത്തി. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ അത് ഒന്നാമത്തെ തന്നെ ഫോൾസ് ആണ്, കാരണം എന്താ, ബാംഗ്ലൂരാണ്. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, രണ്ടും അല്ല. കാരണം സാലറി ലെസ് ദാൻ 30 അല്ല, ബാംഗ്ലൂരും ആണ്. ഇനി നമുക്കിത് നേരത്തെ പോലെ ഡ്രാഗ് ചെയ്ത് നോക്കാം. അപ്പം കുറച്ചൊക്കെ ട്രൂ, കുറച്ചൊക്കെ ഫോൾസ് ഉണ്ട്. നമുക്ക് ട്രൂ ഉള്ളൊക്കെ യെസ് എന്ന്, ഫോൾസ് ഉള്ളൊക്കെ നോ എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇഫ് അപ്ലൈ ചെയ്യണം. നേരത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തത് പോലെ തന്നെ ഇതിന് മുമ്പിൽ ഇഫ് കൊടുക്കണം. നേരത്തെ ഒന്നാമത്തെ സിനാരിയോയിൽ ചെയ്ത പോലെ. അപ്പൊ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഓറിന്റെ മുമ്പിൽ നമ്മൾ ഒരു ഇഫ് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് നോക്കിയാൽ ഇപ്പൊ ബ്രാക്കറ്റ്, ഓറിന്റെ ബ്രാക്കറ്റ് ബ്ലാക്ക് ആണ്, കാരണം ആകെ ഒരു ഓപ്പണിംഗും ഒരു ക്ലോസിംഗും ഉള്ളൂ. നമ്മളിപ്പോൾ ഈഫ് കൊടുക്കുന്നതോടുകൂടി അതിന്റെ കളർ തന്നെ മാറും. നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തു, അപ്പോൾ ഉള്ളത്തെ ബ്രാക്കറ്റുകൾ റെഡ് ആയി. നമുക്ക് തിരിച്ചറിയാനാണ്. അങ്ങനെ എത്ര ഉണ്ടെങ്കിലും ഡിഫറെന്റ് കളേഴ്സിലാണ് എക്സൽ കൊടുക്കുക. അപ്പൊ ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് വന്നു, ഇവിടെ അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഓർ എന്നുള്ളതാണ് ലോജിക്കൽ ടെസ്റ്റ്. അത് ട്രൂ ഓർ ഫോൾസ് നമുക്ക് കിട്ടും, നമുക്കറിയാം. ഇത്രയും ഭാഗം നമ്മളുടെ ഒന്നാമത്തെ ലോജിക്കൽ ടെസ്റ്റ് ആണ്. അപ്പൊ ലോജിക്കൽ ടെസ്റ്റ് ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കോമ കൊടുക്കണം. കോമ കൊടുക്കുന്നതോടുകൂടി വാല്യൂ ഇഫ് ട്രൂ അതെന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ അതിനിവിടെ എന്ത് ചെയ്യുന്നു, യെസ് എന്ന് കൊടുക്കുന്നു. യെസ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഫോൾസിൽ കൊടുക്കണം, കാരണം അതൊരു ടെക്സ്റ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ വാല്യൂ ഇഫ് ഫോൾസ്, ഫോൾസ് ആണെങ്കിൽ എന്ത് വേണം നമ്മൾ കൊടുക്കുന്നത്, നോ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ രണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ രണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് വേണം. എൻ്റർ അടിച്ചു. ഇവിടെ നോ എന്ന് വന്നു. ഇനി നമ്മളിത് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോ വന്നു, ചിലതൊക്കെ യെസ് വന്നിട്ടുണ്ട്. യെസ് എന്താണ്, ഏതെങ്കിലും ഒരു കണ്ടീഷൻ. ഇവിടെ ഡൽഹി അല്ല, പക്ഷെ ഇവിടെ എന്താണ്, സാലറി ലെസ് ദാൻ 30 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഡൽഹി ആണ്, സാലറി എബവ് 30 ആണ്, എങ്കിലും ഡൽഹി ആണ് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് എന്തായിട്ടുണ്ട്, യെസ് എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നോ ഒന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട. യെസ് ഉള്ള നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി യെസ് എന്ന് മതിയെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, നോ എന്നുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യാം. യെസ് ഒഴിവാക്കണമെങ്കിൽ യെസ് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കീ അമർത്തുക. വീണ്ടും ഈ ഫോർമുല ഇപ്പോൾ ഇവിടെ മാത്രമേ ആയിട്ടുള്ളൂ, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ആളുകളുടെ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നു, യെസ് നോ എന്ന് കിട്ടുന്നു. ഇത് നമുക്ക് സോർട്ട് ചെയ്ത് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലോജിക് ഫംഗ്ഷനുകളുടെ കൂടുതൽ ഉദാഹരണങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.